2 ദിവസം മുമ്പ് ഒ.പിയിലെ ഒരു അമ്മ ചെറിയൊരു 2 ആഴ്ച പ്രായമായിട്ടുള്ള ഒരു കുട്ടീനായിട്ട് വന്നു. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ എപ്പഴും കരയാണെന്നുള്ള ഒരു സിംപ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വയറൊക്കെ നോക്കിയപ്പോൾ ആകെ വീർത്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഗ്യാസ് നല്ലോണം പോകുന്നുണ്ട്. അപ്പോൾ നമ്മള് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പള് അവര് കുട്ടിക്ക് പൊടിപ്പാല് കലക്കി കൊടുക്കണം. അവൾക്ക് പാലില്ല ഡോക്ടറെ അതാണ് പറഞ്ഞത്. കുട്ടിയുടെ അമ്മക്ക് ഒട്ടും പാലില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇന്ന് നമ്മള് സംസാരിക്കുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? മുലപ്പാൽ ഉണ്ടാവുന്നത് എങ്ങനെയൊക്കെയാണ്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ അമ്മയാവുന്ന സമയത്ത്, അതായത് ഗർഭിണിയാവുന്ന അവസ്ഥയിൽ തന്നെ മുലപ്പാൽ ഉണ്ടാവാനായിട്ട് ഇവരുടെ ബ്രസ്റ്റിനെ ഒരു ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോൺസ് പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇനി ഡെലിവറി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ തന്നെയുള്ള ബ്രെയിനിൽ നിന്ന്, അതായത് പിറ്റ്യൂട്ടറിയിൽ നിന്നും പ്രൊലാക്റ്റിൻ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതാണ് പാലുണ്ടാവാനായിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ എന്നൊരു ഹോർമോൺ ഉണ്ട്. ഇതാണ് കുട്ടി സക്ക് ചെയ്യുമ്പോൾ, കുട്ടി പാല് വലിച്ചു കുടിക്കുമ്പോഴാണ് ഈ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്തിട്ട് ഈ ഹോർമോണാണ് നോർമലായിട്ട് പാല് പുറന്തള്ളാൻ, കുട്ടിയുടെ വായിലേക്ക് പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഹോർമോൺസ് മാത്രമല്ല, കോർട്ടിസോൾ, അതുപോലെ തൈറോയ്ഡ് ഹോർമോൺസ്, അങ്ങനെ പല ഹോർമോൺസിൻ്റെയും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സന്തുലിതമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഈ സ്വാഭാവികമായ പാലുൽപാദനം സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് 6 മാസം കുട്ടിക്ക് മുലപ്പാലല്ലാതെ മറ്റൊന്നും കൊടുക്കരുത്. പലപ്പോഴും അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുട്ടി കരയാണെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കുന്നത് പാല് തികയുന്നില്ല, കുറച്ച് വേറെ എന്തെങ്കിലും കലക്കി കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു അമ്മക്ക് തീർച്ചയായിട്ടും ആ കുട്ടിയെ ഫീഡ് ചെയ്യാനുള്ള പാല് നോർമലായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യുക. അതുപോലെ തന്നെ 2 മണിക്കൂർ ഇടവിട്ടിട്ട് ഒരു ഇൻഫൻറ്റിന് ആദ്യത്തെ ഒരു മാസം കൃത്യമായിട്ട് 2 മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യുക, പാല് കൊടുക്കുക എന്നുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഹോർമോണുകളുടെയൊക്കെ കറക്റ്റായ ഒരു പ്രവർത്തനത്തിലൂടെ അവിടെ പാലുൽപാദനം നോർമലായിട്ട് നടക്കും. അതുപോലെ തന്നെ ഒരു സമയത്ത് ഒരു ബ്രസ്റ്റിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. അതിലുള്ള പാല് തീരുവോളം ഒരു 10 to 20 മിനിറ്റ് വരെ ഫീഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം ഈ ഫസ്റ്റ് വരുന്നത് നേരിയ പാലായിരിക്കും, പിന്നെ അവസാനമായിട്ട് വരുന്നതായിരിക്കും കൊഴുപ്പുള്ള ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള പാല്. അപ്പോൾ ഇതൊക്കെ കുട്ടിയുടെ വളർച്ചയ്ക്കും ബ്രെയിൻ ഡെവലപ്മെന്റിനും നോർമലായിട്ടുള്ള ഡെവലപ്മെന്റിനൊക്കെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു സമയം ഒരു ബ്രസ്റ്റിൽ നിന്ന് തന്നെ ഫുള്ളായിട്ട് കൊടുക്കുക, 2 മണിക്കൂർ കഴിഞ്ഞ് മറ്റേ ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കുക, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറി മാറി കൊടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രസവിച്ച ഉടനെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ പാല് ഇങ്ങനെ ഒഴുകുമൊന്നുമില്ല. അത് 2 ദിവസം കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു പാലുൽപാദനം ഉണ്ടാവുകയുള്ളൂ. ആദ്യത്തെ മണിക്കൂറിൽ തീർച്ചയായിട്ടും പാൽ ഒട്ടും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ പല അമ്മമാരും വെള്ളമൊക്കെ കൊടുക്കുന്നതായിട്ടൊക്കെ അങ്ങനെ ഒന്നും ചെയ്യരുത്. കുട്ടിയെ സക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ചെയ്യേണ്ടത്. കുട്ടി കരഞ്ഞോട്ടെ, കുഴപ്പമില്ല, എന്നാലും കുട്ടിയെ അമ്മയെ ബോഡിയോട് ചേർത്ത് വെച്ച്, അതായത് സ്കിൻ ടു സ്കിൻ, തൊലി തമ്മിൽ, അതായത് കുട്ടിയുടെ വയറും അമ്മയുടെ വയറും ഒരുമിച്ച് തട്ടുന്ന, സ്കിന്ന് തമ്മിൽ തട്ടുന്ന രീതിയിൽ ബോഡി കുട്ടിയെ പൊസിഷൻ ചെയ്യുക, കുട്ടിയെ കിടത്തുക. ആ ഒരു സമയത്ത് ഈ നോർമൽ ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇങ്ങനെ കുട്ടി സക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളം എന്തെങ്കിലും അല്ലെങ്കിൽ പൊടിപ്പാലൊക്കെ കലക്കി കൊടുത്ത് ആ കുട്ടിയെ സമാധാനിപ്പിക്കുക. പക്ഷേ ഈ സ്ത്രീക്ക് സ്വാഭാവികമായിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് അവിടെ കുറയും. അപ്പോൾ അത് ഈ ഫീഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടിയുടെ പൊസിഷനിങ്. അതുപോലെ തന്നെ ലാച്ചിങ് എന്ന് പറയും. കുട്ടിയുടെ വായിൽ കറക്റ്റായിട്ട് നിപ്പിള് എത്തുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ, കുട്ടി പാൽ കുടിക്കുമ്പോൾ പല ശബ്ദങ്ങളും, ഈ ഗ്യാസ് കയറുന്ന കാരണം ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നിപ്പിള് വായിൽ ഇൻസേർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ പൊസിഷനിങ്ങും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടും ഒഴിവാക്കാം. ഇനി അതുപോലെ തന്നെ ട്വിൻസ് ഒക്കെ ഉള്ള 2 കുട്ടികൾ 3 കുട്ടികളൊക്കെ ഉള്ള അമ്മമാരുണ്ട്. അപ്പോൾ അവരിൽ നമ്മൾ ചെയ്യുന്നത്, ട്വിൻസ് ആണെങ്കിൽ, ഇരട്ട കുട്ടികളാണെങ്കിൽ 2 കുട്ടികളെയും 2 കയ്യിലിരുത്തി അറ്റ് എ ടൈം, എന്ന് വെച്ചാൽ 2 കുട്ടികൾക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ചെയ്യണം. അപ്പോൾ 2 കുട്ടികളെ നമ്മൾ 2 കയ്യിലിരുത്തി 2 ബ്രസ്റ്റൊന്നും ഒരേ സമയം ഫീഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടുതലായിട്ട്, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ സക്കിങ് ചെയ്യുമ്പോഴാണ് അവിടെ ഹോർമോൺസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ബ്രെയിനിൻ്റെ ഒരു സിഗ്നൽ ഇങ്ങനെ കൊടുത്ത് ബ്രസ്റ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പം അതിന് 2 പേര് ഒരുമിച്ചിരുത്തി
ഫീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അഡ്വൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ട് 6 മാസം മറ്റൊന്നും കലക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. നോർമലായിട്ട് തന്നെ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ ഈ മുലയൂട്ടുന്ന അമ്മമാർ തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ സപ്ലിമെന്റ്സ് ചിലതൊക്കെ കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഡോക്ടർ അഡ്വൈസ് ചെയ്ത അയൺ ഗുളികകൾ, കാൽഷ്യം ഗുളികകൾ ഇതൊക്കെ എന്തായാലും കഴിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. ഡയറ്റിൽ നമ്മൾ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. അപ്പോൾ ഇപ്പോഴുള്ള ന്യൂജൻ അമ്മമാർക്ക് പലപ്പോഴും ഈ ഭക്ഷണത്തോടൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ പണ്ടുള്ള അമ്മമാർ ഫീഡ് ചെയ്യിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്, ഇത്രയൊക്കെ കഴിക്കണോ എന്നൊക്കെയുള്ള. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു പ്ലേറ്റ് നിറയൊക്കെ ചോറൊക്കെ കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ കുറേ ചോറ് കഴിക്കുക എന്നുള്ളതല്ല, പ്രോട്ടീൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ നല്ലൊരു ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇറച്ചി, മീൻ, മുട്ട ഇതൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ലിവർ ഇതൊക്കെ പോലെയുള്ളത്, പ്രത്യേകിച്ച് ഈ പോത്തിൻ്റെ ഒക്കെ ലങ്സ്, ലിവറൊക്കെ ഉള്ള സാധനങ്ങൾ, തമ്പലം എന്നൊക്കെ പറയും നാടൻ ഭാഷയിൽ, ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ പാലില്ലാത്ത അമ്മമാരിലൊക്കെ മുലപ്പാൽ വർദ്ധിക്കുന്നതായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. ഇലക്കറികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന മുരിങ്ങയില നമുക്ക് ഉപ്പേരി വെച്ചോ കറി വെച്ചോ അല്ലെങ്കിൽ മുരിങ്ങയില പൗഡറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് ഉപയോഗിക്കാം. പൗഡറൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും അത് തൊടിയിലുള്ളത് തന്നെ പറിച്ച് നമ്മൾ അത് കറി വെച്ചൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു തേങ്ങ നമുക്ക് എല്ലാവരുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത് തേങ്ങ ചിരകിയിട്ടിട്ടോ തേങ്ങാപ്പാലായിട്ടോ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഉലുവ, അതുപോലെ പരിപ്പുകൾ പ്രത്യേകിച്ച് ഇപ്പം ഞാനൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊക്കെ വീട്ടിൽ തന്നുകൊണ്ടിരുന്നത്, നമ്മൾ ഈ ഉലുവയൊക്കെ അധികം ആളും കഴിക്കില്ല. ഉലുവ അങ്ങനെ തന്നെ കഴിക്കാൻ ആർക്കും കഴിയില്ല, അത്രയും കയ്പുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ ഉലുവ ഒന്നുകിൽ അരിയുടെ കൂടെ കുതിർത്തി വെച്ചിട്ട് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് അത് അരച്ചിട്ട് പിന്നെ അതൊന്ന് വേവിച്ച് കുറുക്കിയെടുത്തിട്ട് തേങ്ങാപ്പാലും ശർക്കരയും കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഈ ഉലുവയുടെ ഒരു കയ്പ് അവിടെ ഉണ്ടാവില്ല. നമുക്ക് നോർമലായിട്ട് സ്വാഭാവികമായിട്ട് അത് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കഞ്ഞി രാവിലെ നമ്മൾ പഴം മുട്ടയൊക്കെ കഴിക്കുക, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മളൊരു കഞ്ഞി കുടിക്കുക. കഞ്ഞിയിൽ നമ്മൾ എന്താ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ പൊടിയരിയും ചെറുപയറും ഇട്ട് കഞ്ഞി വെക്കുക, അതിനോടൊപ്പം തേങ്ങാപ്പാൽ നല്ലോണം ചേർക്കുക. അതല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് സൈഡിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ് കിച്ചടി എന്ന് പറയും. കിച്ചടിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ കൈമ അരിയും കൂടെ ഒരുമിച്ച് വേവിച്ചിട്ട് ഇതൊരു മാഷ്ഡ് ഫോമിൽ നല്ലോണം വേവിച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് പാല് കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും ആദ്യത്തെ ഒരു 40 ദിവസമൊക്കെ നമുക്ക് നമ്മളെ ടേക്ക് കെയർ, നമ്മളെ നോക്കാൻ ആൾക്കാരുണ്ടാവും, വീട്ടുകാരെല്ലാവരും സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ കെയറൊക്കെ എടുക്കും. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇത് പിന്നെ നോക്കാൻ ആളുണ്ടാവില്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് കൂടി നമ്മൾ ഈ ഒരു ഭക്ഷണ രീതിയൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും കുട്ടിക്ക് പൊടിപ്പാലോ ഒന്നും കലക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം വരില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ഈ ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാർ ഒരു 10 മുതൽ 12 അതിലും കൂടുതൽ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുകയാണെങ്കിൽ അവിടെ ഒരു ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ, വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങനെ മാത്രം ചെയ്യുന്നവരിൽ തന്നെ ബ്രസ്റ്റ് മിൽക്ക് കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇവർ ടെൻഷൻ ഫ്രീ ആയിരിക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അങ്ങനെ പല ടെൻഷൻസും ഈ ന്യൂലി അമ്മമാർ ഇപ്പോൾ ആദ്യത്തെ കുട്ടിയൊക്കെ ഉണ്ടായവർക്ക് ഈ ഒരു സിറ്റുവേഷനോട് പുതിയ കുട്ടിയുടെ കരച്ചിൽ, കുട്ടിയെ കൂടി നോക്കേണ്ട, കുട്ടി എപ്പോഴും അപ്പിടുന്നത്, മൂത്രം വയ്ക്കുന്നത്, രാത്രി ഉറങ്ങാൻ പറ്റാത്ത, ഇവരാകെ സ്ട്രെസ്ഡ് ആയിരിക്കും. ഈ ഒരു സ്ട്രെസ്സിന് നമ്മൾ ഫാമിലി, ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് എന്നുള്ളത് ഒരു അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഒരു കുട്ടിയെ വളർത്തിയെടുക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ കൂടി സപ്പോർട്ട് അവിടെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു ലേഡിയെ സ്ട്രെസ് ഫ്രീ ആക്കി നിർത്താൻ നമ്മൾ ചുറ്റുമുള്ളവർ തീർച്ചയായും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. പിന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് മിത്സ്, അതായത് കുറച്ച് ആൾക്കാർ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് നോക്കുക. ഇപ്പോൾ സാധാരണയായിട്ട് ബ്രസ്റ്റ് സൈസ് കുറഞ്ഞ ആൾക്കാരിൽ പാലുണ്ട് അങ്ങനെ ഒന്നുമില്ല. ബ്രസ്റ്റ് സൈസ് കുറഞ്ഞാലും ആവശ്യത്തിന് ഹോർമോൺ ബാലൻസ് ഉണ്ടെങ്കിൽ അവിടെ നല്ല മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും, നല്ല പാലും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കുറേ നേരം പാല് കൊടുക്കുക. ഇപ്പോൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാവും, അപ്പോൾ അവർ ചിലപ്പോൾ രാവിലെ പോയി ഉച്ചക്ക് അല്ലെങ്കിൽ വൈകിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ അത്രയും സമയം കെട്ടിക്കിടക്കുന്ന പാല് അത് ഒഴിവാക്കി കളയണം, അത് ചൂടാണ്, കുട്ടിക്ക് വയറിളകും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല, നമുക്കത് ഫീഡ് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ പിന്നെ ഇനി ബ്രസ്റ്റ് പമ്പിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ജോലി ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് അവരുടെ കുട്ടിക്ക് ഒരിക്കലും ഒരുപാട് പൊടിപ്പാലോ മറ്റൊന്നും കലക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ മിൽക്ക് തന്നെ നമുക്ക് ബ്രസ്റ്റ് പമ്പൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അത് വാങ്ങി വെച്ചിട്ട് നമ്മൾ പാല് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് എടുത്തു വെക്കാവുന്നതാണ്. അത് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. ഒരു 3-4 മണിക്കൂർ വരെ പുറത്തിരുന്നാലും അതിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ ഇനിയിപ്പം അതിനേക്കാളും കുറേ സമയം വെക്കണമെങ്കിൽ ഒരു 8 മണിക്കൂർ വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിന് ഒരു കേടും സംഭവിക്കില്ല. നമുക്ക് കുട്ടിക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മൾ സാധാരണയുള്ള ഡയറ്റിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂടുന്നില്ല, മതിയായിട്ട് പാല് വരുന്നില്ല, കുട്ടി സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഹോമിയോപ്പതിയിൽ പാല് വർദ്ധിപ്പിക്കാനായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.